ടൈം വേസ്റ്റ് ഓഫ് മണി ഒന്നും ഞാൻ പറയില്ല. റൈറ്റ് ടൈം ചൂസ് ചെയ്യാന്നുള്ളതാണ്. 500 രൂപയുണ്ട് അവിടെ എത്തണം. പക്ഷെ മല. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മിസ്സി വ്ളോഗ്. എല്ലാവർക്കും മിസ്സി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നൊരു ട്രാവൽ വീഡിയോ ആണ്. ഒരു സോളോ ട്രാവൽ പോകാമെന്ന് വിചാരിച്ച് രാവിലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് കയറിയിട്ട് ജസ്റ്റ് അക്കൗണ്ട്സ് മാത്രം ഒന്ന് നോക്കി കൊടുക്കുകയാണ്. അങ്ങനെ എൻ്റെ ട്രിപ്പ് ഇതാ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്ന് നേരെ പോകാൻ പോകുന്നത് ഫുഡ് ബൈറ്റ് റെസ്റ്റോറൻറ്റിലേക്കാണ്. ഇപ്പോൾ നാപ്പോക്കിലാണ്. നാപ്പോക്കിൽ നമ്മളുടെ CMC ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ഇനി നമ്മളുടെ ഫുഡ് ബൈറ്റ് റെസ്റ്റോറൻറ്റിൽ കയറി ജസ്റ്റ് അനിയനൊരു അടിപൊളി ആപ്പിൾ ജ്യൂസും കൂടി അടിച്ചു തന്നെ അതും കൂടി വാങ്ങി നേരെ മൂർനാടിലേക്ക് പറയുന്ന സ്ഥലത്തേക്കാണ് ഞാൻ ബസ് കയറാൻ പോകുന്നത്. ആ ഒരു മൂർനാട്ടിലേക്ക് ബസ് കയറിയിട്ട് അവിടുന്ന് എനിക്ക് വീരാജ്പേട്ടയിലേക്കും ഞാൻ വേറൊരു ബസ് കയറിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഞാനിപ്പോൾ ഓട്ടോ കയറിയത് നമ്മളുടെ ഗവൺമെൻറ് ബസ് സ്റ്റാൻഡിലേക്ക് പോയിട്ട് അവിടുന്ന് എൻ്റെ ഒരു റെഡ് ബസ്, എൻ്റെ ഫേവറേറ്റ് ബസ്സായ റെഡ് ബസ്സിൽ കയറിയിട്ടാണ് ഇന്നത്തെ എൻ്റെ ട്രാവൽ. അതായത് കർണാടക KSRTCന്ന് ഞാൻ ഇരുട്ടിയിലേക്കാണ് ഒരു ഡയറക്റ്റ് റെഡ് ബസ് കിട്ടും. അപ്പോൾ അതും കൂടി കയറിയിട്ടുണ്ട്. കയ്യിലൊരു 500 രൂപ മാത്രമേ ഉള്ളൂ. ഇതും കൊണ്ടാണ് ഞാൻ തണ്ടാൻ ഇറങ്ങിയിട്ടുള്ളത്. എന്തായാലും ATM ക്യാഷ് എടുക്കാനും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഞാനിപ്പോൾ ഇരട്ടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇരട്ടിന്ന് ഞാനൊരു ലൈറ്റ് ഫുഡ് അടിച്ചു. അതായത് ഒരു നാരങ്ങ വെള്ളവും ഉഴുന്നുവട അതൊക്കെ കഴിച്ച് ഇതാണ് എൻ്റെ ലഞ്ച് എന്ന് പറയുന്നത്. അതായത് വീട്ടിൽ നിന്ന് ഒറോട്ടിയിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു. ഇനി ഇരട്ടിന്ന് ഞാൻ കാഞ്ഞിരക്കൊള്ളിയിലോട്ട് ഒരു ബസ് കയറിയിട്ടുണ്ട്. 35 രൂപയാണ് കാഞ്ഞിരക്കൊള്ളിയിലോട്ട് ടിക്കറ്റ് ചെയ്തത്. അതായത് ഇതെല്ലാം എന്ന് പറയുന്ന ഒരു ബസ് 2:45 ടൈപ്പ് എൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഇറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ട് ഇവിടെ നിന്നൊക്കെ ലേറ്റ് ആകുന്നുണ്ട്. ബാക്കിയെല്ലാം അവിടെ എത്തിയിട്ട് പറയും. ബസ് ഇറങ്ങിയിട്ട് കുറച്ച് പോകാനുണ്ട്. അതിന് എനിക്കൊരു ഓട്ടോ കിട്ടി. അതായത് ബസ് നിർത്തിയിട്ട് തന്നെ 2-3 ഓട്ടോ ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നോട് ബസ്സുകാർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുന്ന് ഓട്ടോ കിട്ടുമെന്ന് പറഞ്ഞിട്ട്. നിങ്ങളെ വെയിറ്റിംഗ് ചാർജ് എത്ര തരേണ്ടി വരും? എനിക്ക് അവിടെ പോയി വീഡിയോ എടുക്കാൻ കണ്ടു. അവിടെ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ, ഒരു വാട്ടർഫോൾസ് മാത്രമേ ഉള്ളൂ. ഒറ്റക്ക് പോവാൻ പറ്റുമോ? വീഡിയോ ആക്കുന്നുണ്ട്. ഒറ്റക്ക് പോവാൻ പറ്റുമോ? ഉണ്ടാവല്ലേ. ഇത് സ്ഥലം വീരാജ്പേട്ട. നമ്പർ 95 മെസ്സിയിലേക്ക് വേണം. ദൂരെ കുറച്ച് നടക്കാനുണ്ട്. പക്ഷെ മല. അങ്ങനെ ഞാനിവിടെ എത്തി കോയ്സ്. ഇതാണ് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. ഇവിടുന്ന് ഒരു 400 മീറ്റർ ഉണ്ടല്ലോ. ഓട്ടോ ചേട്ടനോട് ഞാൻ അവിടെ വെയിറ്റ് ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓട്ടോ ചേട്ടൻ അവിടെ വെയിറ്റ് ആക്കും. ഫോണ് ചാർജ് ചെയ്തുകൊണ്ടാണ്. അവിടെ പോയാൽ എന്താ സ്ഥിതി എന്നറിയില്ല. വീഡിയോയിലൊക്കെ കണ്ട പോലത്തെ സ്ഥലമാണോ എന്നൊന്നും അറിയില്ല. ഇവർ 3 പേരെയും കൂടി എനിക്ക് അവിടുന്ന് പരിചയപ്പെട്ടു. ഇവർ സ്ഥലം പറഞ്ഞിരുന്നത് എവിടെയാണെന്ന് എനിക്ക് മറന്നുപോയി. എന്തായാലും അടിപൊളി സ്പോട്ട് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു നോക്കാം, പോയേക്കാം. വെള്ളത്തിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഹോള് കുറച്ച് വിസിബിൾ ആകുന്നുണ്ട്. എക്സൈറ്റഡ്. വാട്ടർഫോൾസ് കണ്ട് ഞാൻ മടങ്ങാണ്. വേസ്റ്റ് ഓഫ് ടൈം വേസ്റ്റ് ഓഫ് മണി ഒന്നും ഞാൻ പറയില്ല. റൈറ്റ് ടൈം ചൂസ് ചെയ്യാന്നുള്ളതാണ്. പുറത്തേക്ക് വരണമെങ്കിൽ നല്ല റൈറ്റ് ടൈം ചൂസ് ചെയ്തിട്ട് വരാം. കാരണം എന്തായാൽ വെള്ളം ഉണ്ടെങ്കിൽ മഴക്കാലത്താണ് വാട്ടർഫോൾസ് ഒക്കെ കാണാൻ ഭംഗിയുണ്ടാവുള്ളൂ. അങ്ങനെ അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി ലൊക്കേഷനൊക്കെയാണ്. ഇപ്പം ആയതുകൊണ്ട് കുറച്ച് വെള്ളം കുറവ്. ഫാൾസ് കണ്ടിട്ട് ഗേറ്റിലേക്ക് എത്തിയിട്ടുണ്ട്.
കൊടകിലേക്ക് വരുമ്പോ മെസ്സേജ് ആക്ക. ശരി വരട്ടെ. താങ്ക് യു. ബൈ ബൈ. എനിക്കപ്പോൾ തിരിച്ചു പോകാനുള്ള ബസ്സും കൂടി ഇവിടെ റെഡിയായി വന്ന് നിന്നിട്ടുണ്ട്. കാരണം ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു വ്യൂ പോയിന്റും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ സമയം കിട്ടിയില്ല. എനിക്ക് ഇവിടെ വീണ്ടും തിരിച്ചു വരാനുള്ള പ്ലാൻ ഉണ്ട്. കാരണം ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് വാട്ടർഫോൾസ് എനിക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റിയില്ല. കാരണം ശരിക്കും അടിപൊളി സ്പോട്ടൊക്കെയാണ്. എന്തായാലും ഞാൻ തിരിച്ച് വീണ്ടും ഒരു പ്രാവശ്യം കൂടി വരണമെന്നുണ്ട് എനിക്ക്. ഞാനപ്പോൾ ഇരിട്ടി സ്റ്റാൻഡിലെത്തി. അവിടുന്ന് ഇതേപോലെ ഒരു ലെമൺ ടീയും ഒരു ബട്ടർ ബണ്ണൊക്കെ കഴിച്ച് അങ്ങനെ വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞാൻ ഇനി തിരിച്ച് പോകാനുള്ള പുറപ്പാടാണ്. ഇങ്ങനെ എനിക്കൊരു ബസ് മിസ്സായി. ഇനി എനിക്കൊരു 8 o'clock അങ്ങനെ ആകുമ്പോഴേ ബസ്സുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ നേരെ വീരാജ്പേട്ടയിലോട്ടായിരിക്കും. ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ ഒരു കണ്ടുകൊള്ളിയുള്ള വാട്ടർഫോൾസിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയും ഫോളോ ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.